നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് ഈ ഒരു ടൈമിൽ എന്താണ് അവർ നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഫസ്റ്റിലെ തന്നെ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട്. അതായത് നിങ്ങളുള്ള സമയത്ത് ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഒത്തിരിയധികം നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങളുമായിട്ടുള്ള ഈ ഒരു സെപ്പറേഷൻ ഫേസിൽ ഈ ഒരു വ്യക്തിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്ററലി ഇവരുടെ ലൈഫിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. ശരിക്കും ഇവർക്കൊരു എവിടെ നിന്ന് നോക്കിയാലും എന്തോ ബ്ലാക്ക് മാജിക് ചെയ്തോ അല്ലെങ്കിൽ എന്തോ ഒരു നെഗറ്റിവിറ്റി, ഒരു നമ്മൾ പറയത്തില്ല ലക്കില്ലായ്മ, എന്തൊക്കെയോ ഒരു നെഗറ്റിവിറ്റീസ് ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ശരിക്കും ഇത് നിങ്ങൾ പോയത് കൊണ്ടാണോ എന്ന് ഈ ഒരു വ്യക്തിക്ക് അറിയുന്നില്ല. അതിൻ്റെ ഒരു ക്ലാരിറ്റി അതിനെക്കുറിച്ചിട്ട് ഇങ്ങനെ ഈ ഒരു വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ലൈക്ക് നിങ്ങൾ വരുന്ന സമയത്ത് ലിറ്ററലി ഒരു സൺറൈസ് ചെയ്യും, നിങ്ങൾ പോകുന്നതിന് ശേഷം ഒരു നെഗറ്റീവ് എനർജി വരികയും ചെയ്യുന്ന ഒരു തോട്ട്സ് ഈ ഒരു വ്യക്തിക്ക് വരുന്നതുകൊണ്ട് തന്നെ ഇവർ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവരുടെ ഗുഡ് ലക്കാണെന്ന് ചിന്തിക്കുന്നുണ്ട്. ലൈക്ക് നിങ്ങൾ ഈ എന്തോ ഒരു ഡിവൈൻ നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് ഈ ഒരു ബ്ലെസ്സിങ്സ്. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വളരെ ഐശ്വര്യമുള്ളൊരു വ്യക്തിയാണ്. എന്തോ ഒരു മാഗ്നറ്റിക് അല്ലെങ്കിൽ എന്തോ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്ന് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. സെയിം ടൈം തന്നെ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തോ കാര്യമായിട്ട് ഈ ഒരു വ്യക്തിക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ ആ ഒരു ഓർമ്മകളിൽ നിന്ന് വെളിയിലേക്ക് വരാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് നിങ്ങളെ ഈ ഒരു വ്യക്തിക്ക് മറക്കാൻ പറ്റാത്തതെന്നാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുള്ളത്. ഓക്കെ, ലെറ്റ്സ് ചെക്ക്. പിന്നെ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും എന്താ പറയുക, നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ എക്സാക്റ്റ് കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്നില്ല. ലൈക്ക് ഇവരുടെ ഫാമിലിയിൽ ഇഷ്യൂസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഇവരുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മനസ്സിലാവത്തില്ല. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ അവരെ ഡൗട്ട് അടിച്ചുകൊണ്ടിരിക്കുക, അല്ലെ അവരുടെ ആ ഒരു അവരുമായിട്ടുള്ള അവർക്ക് നിങ്ങളോടുള്ള ഒരു സ്നേഹത്തെ, അല്ലെ അവർ നിങ്ങൾക്ക് തരുന്ന ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിന് നിങ്ങൾ എപ്പോഴും ഡൗട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എപ്പോഴും ഏത് സമയത്തും ഈ ഒരു വ്യക്തിയോട് വല്ലാത്തൊരു ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്, അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് ഈ ഒരു വ്യക്തിയോട് ഉണ്ടെന്ന് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒരു എനർജീസ് നോക്കുമ്പോൾ ലൈക്ക് നിങ്ങൾ ഭയങ്കരമായിട്ടും നിങ്ങൾ എന്ത് പ്രെയർ ചെയ്താലും ദൈവം അത് സാധിച്ചു കൊടുക്കും. നിങ്ങളുടെ എല്ലാ പ്രെയേഴ്സും ഡിവൈൻ കേൾക്കാറുണ്ട് എന്ന് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അറ്റ് ദി സെയിം ടൈം ലെറ്റ്സ് ചെക്ക് വാട്ട് ഹി തിങ്സ്. ഈ ഒരു വ്യക്തി ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും നിങ്ങളുള്ള സമയത്ത് നിങ്ങളുടെ അടുത്ത് ബൗണ്ടറി എപ്പോൾ ഈ ഒരു വ്യക്തി കീപ്പ് ചെയ്താലും ഈ ഒരു വ്യക്തിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. എപ്പോഴും നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടി ഇവരുടെ സോൾ ക്രേവ് ചെയ്യുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവർ ചിന്തിക്കുന്നത് നിങ്ങൾ തമ്മിൽ എന്തോ ഒരു സോൾ കണക്ഷൻ ഉണ്ട്, എന്തോ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങളുടെ അടുത്തുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത്രയും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റാത്തതെന്നാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുള്ളത്. സോ എപ്പോഴും ഇവർ നിങ്ങളുടെ ഫോട്ടോസിനെ അഡ്മയർ ചെയ്യാറുണ്ട്. നിങ്ങൾ 24 മണിക്കൂർ ഈ ഒരു വ്യക്തിയുടെ മൈൻഡിലുണ്ട്. എപ്പോഴും ഈ ഒരു വ്യക്തി റിലേഷനെ ബാലൻസ് ചെയ്യുന്ന കാര്യം ചിന്തിക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം തന്നെ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് യാതൊന്നുമില്ല ഈ ഒരു വ്യക്തിയായിട്ട് സെപ്പറേഷൻ ഫേസിൽ നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾ ഡൗൺ ഒന്നും അല്ല, നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുകയാണ്, നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുകയാണ്. യു ഡോണ്ട് കെയർ അബൌട്ട് ദിസ് പേഴ്സൺസ്, അല്ലെങ്കിൽ ഈ ഒരു കണക്ഷനെ കുറിച്ച് നിങ്ങൾ കെയർ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം സ്വന്തം